എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന 8 വില്ലകളാണ്. നിങ്ങൾ കണ്ടോളൂ. ഗേറ്റഡ് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്ന മെയിൻ ഗേറ്റ് നമുക്ക് കവർ ചെയ്യാവുന്ന, കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാവുന്ന, സ്ലൈഡ് ചെയ്യാവുന്ന 2 ഗേറ്റ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്താണ് ഈ കാണുന്ന 8 വില്ലകൾ വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ട് വരുന്നത്. അപ്പൊ നമുക്കിത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന 8 വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. പള്ളിക്കര ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 4 കിലോമീറ്ററും, ഇൻഫോ പാർക്ക്, കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ 11 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിന്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ നമ്മൾക്ക് 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 21 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എളുപ്പത്തിൽ എത്താവുന്നതാണ്. ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് 8 വില്ലകളാണ് വരുന്നത്. 8 വില്ലകളിനകത്ത് നമുക്ക് 6 വില്ലകൾ സെയിലായതാണ്. നമുക്കിനി 2 വില്ലകൾ കൂടി മാത്രമാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. തമ്പനെയിൽ നിങ്ങൾ കണ്ടതുപോലെ വെറും 47 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ വില്ലകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാങ്ങിക്കോളൂ. ഇത്ര നല്ല വില്ലകൾ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാനുള്ള സാധ്യത ഇനി വളരെ കുറവാണ്. ഗേറ്റഡ് കോമ്പൗണ്ട് കടന്ന് നമ്മൾ നേരെ അകത്തേക്ക് വരുമ്പോൾ ഇതിനകത്ത് വിരിച്ചിരിക്കുന്ന ടൈൽ നിങ്ങൾ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ട് കളർഫുൾ ആയിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഓപ്പൺ വില്ല കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ വില്ലകളിലും നമുക്ക് 2 വാഹനങ്ങൾക്ക് വെച്ച് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഭംഗിയായിട്ട് ഗ്രേ കളറും കോപ്പർ കളറും ഒക്കെ വരുന്ന ടെക്സ്ചർ വർക്കാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. GA പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയായ എലിവേഷനിൽ ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വീടിനകത്തേക്ക് വരുന്ന സമയത്ത് കാർ പോർച്ചാണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത്. പില്ലറുകൾ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാവുന്ന വാഹനം, ഒരു വാഹനത്തിന് നമുക്ക് കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാം. അതുകൂടാതെ സൈഡിലായിട്ട് രണ്ടാമത്തെ വെഹിക്കിളും പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാർ പോർച്ചിന്റെ അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17 ഫീറ്റ് ലെങ്ത്തും 8.5 ഫീറ്റ് വിഡ്ത്തുമാണ് വരുന്നത്. 17 ഫീറ്റ് ആണ് ഇതിന്റെ നീളം വരുന്നത്. 8.5 ഫീറ്റ് ആണ് ഇതിന്റെ വീതി വരുന്നത്. കാർ പോർച്ച് നോക്കിയാൽ കാണാം GA പൈപ്പിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാവുന്ന സ്പേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടോട്ടൽ 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യുന്ന ആ ഒരു സ്പേസിലേക്ക് നോക്കിയാൽ കാണാം ചെറുതായിട്ട് ചെടികളൊക്കെ അവിടെ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. കാർ പോർച്ചിനകത്ത് EV വെഹിക്കിൾസ് ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് പോയിന്റ് ഉണ്ട്. വീടിന്റെ സൈഡിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റൽ ആണ് വിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ്. അതിന്റെ എൻഡിലായിട്ട് വാട്ടറിന്റെ മീറ്റർ നമുക്ക് കാണാം. KW വാട്ടറിന്റെ മീറ്റർ ഉണ്ട്. ഇവിടത്തേക്കുള്ള വെള്ളത്തിനുള്ള ഓപ്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് KWയുടെ ഓൾറെഡി കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു വഴി കൂടെ നമ്മൾ നേരെ പോകുമ്പോൾ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ബേബി മെറ്റൽ ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടത്തേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നമ്മൾ KWയുടെ മീറ്റർ ഇവിടെ ഓൾറെഡി ഇരിക്കുന്നത് കണ്ടു. KWയുടെ വാട്ടർ കണക്ഷൻ നമുക്കുണ്ട്. അതുകൂടാതെ നമുക്ക് കിണർ വെള്ളം കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഈ വില്ലകളിൽ 2 ടൈപ്പ് ഓഫ് വാട്ടർ അവൈലബിൾ ആണ്. കിണർ വെള്ളവും ഉണ്ട്, പൈപ്പ് വെള്ളവും ഉണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ സിറ്റ് ഔട്ടിലാണ്. ഭംഗിയായിട്ടുള്ള ടൈലും ഗ്രാനൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. നല്ല ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. കട്ടിലയൊക്കെ വന്നിട്ട് ആഞ്ഞിലിയിലും ഡോറുകളൊക്കെ വന്നിട്ട് മഹാഗണിയിലുമാണ് ചെയ്തിരിക്കുന്നത്. 2 ആയിട്ട് തുറക്കാവുന്ന ഈ ഒരു ഡോറിന്റെ ദർശനം നോക്കുവാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടുത്തെ സ്വിച്ചസ്, കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും സ്വിച്ചസ് ഒക്കെ GM-ലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ കാണുന്ന ഫ്ലോർ വൈറ്റ് കളർ ടൈലാണ്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ കൂടെ അതിനകത്ത് വരുന്നുണ്ട്. നേരെ കയറി വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് കാണാൻ പറ്റുന്നത്. അതുകൂടാതെ ആ മെയിൻ ഡോറിന്റെ ബാക്ക് സൈഡിൽ ഒരു സിംഗിൾ വിൻഡോ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. TV യൂണിറ്റ് വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡ് കൊണ്ട് നല്ല ഭംഗിയായിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറും വുഡൻ കളറും കൂടെ മിക്സ് ആയിട്ടാണ്.
ഓപ്പൺ ഷെൽഫുകൾ ധാരാളം വരുന്നുണ്ട്. താഴെയൊക്കെ ഡോറുകൾ വെച്ച് നല്ല രീതിയിൽ കബോർഡുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൽ ഈ 3 വിൻഡോകൾ കൂടാതെ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ ഒരു സിംഗിൾ വിൻഡോ ഉണ്ടെന്ന് പറഞ്ഞത്. റൂഫിൽ നോക്കുവാണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ് ഹാൻഡ് റെയിൽസ് വരുന്നത്. സ്റ്റെപ്പിന് താഴെയുള്ള ഭാഗങ്ങൾ നല്ല രീതിയിൽ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ വെക്കാനും സാധനങ്ങൾ സൂക്ഷിക്കാനൊക്കെ ഈ ഭാഗം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡൈനിങ് ഹാളിലേക്കുള്ള ആ ഒരു വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ജെറയുടെയാണ് യൂണിറ്റ് വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ താഴെയും മൾട്ടിവുഡ് കൊണ്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ നേരെ വരുമ്പോൾ തന്നെ ഈ ഭാഗത്ത് തന്നെ 2 വിൻഡോകൾ വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ബാക്കി 3 വിൻഡോസ് ഇവിടെയും ഈ ഭാഗത്ത് 3 വിൻഡോസും നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ലഭിക്കുന്ന രീതിയിലാണ് വിൻഡോസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 പേരെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ എൻട്രൻസ് നോക്കിയാൽ കാണാം മൾട്ടിവുഡിൽ തന്നെ നല്ല രീതിയിൽ ഒരുപാട് വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് ഗ്ലാസ് ഡോർ കൊടുത്തുകൊണ്ട് ഒരു ക്രോക്കറി ഷെൽഫും കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ റൂഫിൽ നോക്കിയാലും നല്ല രീതിയിൽ വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിൽക്കുമ്പോൾ ഇത് കിച്ചൺ ആണ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്, മഹാഗണിയിലാണ് തീർത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ കാണുന്ന വോളിൽ 3 സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ടുള്ള വാർഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിലും ബോർഡർ ലൈനുകളിൽ കുറച്ച് പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ LED സ്ട്രിപ്പുകൾ ഉണ്ട്. മെയിൻ റൂഫിന്റെ ഒരു സെന്ററിലൊക്കെ നോക്കിയാലും കാണാം നല്ല രീതിയിൽ വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് ഡോർ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ബാത്റൂം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എയർ ഫാൻ എല്ലാ ഫെസിലിറ്റി എല്ലാം തന്നെ ബാത്റൂമിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഇത് നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്. ഒരു 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിച്ചണകത്ത് കിട്ടുന്നത്. നമുക്ക് കിച്ചണിന്റെ ഈ ഭാഗത്തായിട്ട് തന്നെ ഫ്രിഡ്ജ് വെക്കാനായിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചണിന്റെ ആ ഒരു വലിപ്പത്തിനെയൊന്നും യാതൊരു തരത്തിലും അത് അഫക്ട് ചെയ്യുന്നില്ല. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വന്നിട്ട് വൈറ്റ് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് കബോർഡുകളുണ്ട്. ചെറിയ ചെറിയ നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാനും ബോട്ടിൽസ് ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ നല്ല സൗകര്യം കിട്ടുന്നുണ്ട്. 3 വിൻഡോസ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിന്റെ സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും അതിനടുത്ത് തന്നെയായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്നാൽ നേരെ നമുക്ക് പുറത്തേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വർക്ക് ഏരിയ സ്പേസ് ഓണറുമായിട്ട് സംസാരിച്ച് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു വീട്ടിലെ താഴത്തോളം എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞില്ല. 3 സെന്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ മുകളിലത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്ന സമയത്ത് കയറി വരുന്ന വഴികളിലെല്ലാം ഇതുപോലെ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ നല്ല ഭംഗിയായിട്ട് വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ഹാളാണ് കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. TV വെക്കാനായിട്ടുള്ള പവർ പോയിന്റ് ഒക്കെ നമുക്ക് ഈ ഒരു വോളിലാണ് കിട്ടുന്നത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഹാളിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് 3 വിൻഡോസും അവിടെ 2 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ്. ഡോർ തുറന്ന് നമ്മൾ നേരെ ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയ ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സൈഡ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് കവർ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്.
താഴെ നിന്നുള്ള ആ പില്ലറിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ടെക്സ്റ്റൈൽ വർക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും ചെറിയ രീതിയിലൊരു ഡിസൈൻ കൊടുത്തിട്ട് വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാൽക്കണി കണ്ടതിന് ശേഷം തിരിച്ച് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ റൂഫ് നമ്മൾ കണ്ടില്ലായിരുന്നു. റൂഫിൽ നല്ല രീതിയിലുള്ള ചെറിയ രീതിയിലാണെങ്കിലും വർക്കുകൾ വരുന്നുണ്ട്. ഡിസൈനുകളും വലിയ LED ബൾബുകളും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെ നമ്മൾ ഒരു ബെഡ്റൂമാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 12-11 ഫീറ്റിലുള്ള ബെഡ്റൂമാണ് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിലും വർക്കുകൾ വരുന്നുണ്ട്. വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സൗകര്യങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് രണ്ടാമത്തെ ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ നമുക്ക് 3 സെന്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം 47 ലക്ഷം രൂപയ്ക്ക് അത് നെഗോഷ്യബിൾ പ്രൈസിൽ ഇതുപോലുള്ള വീടുകൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടു തീരാൻ നിൽക്കണ്ട. അതിന് മുമ്പ് തന്നെ ഫോൺ എടുക്കുക. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നമ്മളിത് ടോട്ടൽ നോക്കുവാണെങ്കിൽ മൂന്നാമത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. എല്ലാത്തിന്റെയും ഡോറുകളുടെ പാറ്റേൺ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 13-10 ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്ത് 2 വിൻഡോസും ഇവിടെ ആയിട്ട് ഒരു സിംഗിൾ വിൻഡോയും ആണ് കിട്ടുന്നത്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ സെയിം കളർ പാറ്റേണിലും ഡിസൈനിലും ഒക്കെ തന്നെയാണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെയും നമുക്ക് മിറർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട്. അതിനുള്ളിലൊക്കെ LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. കോർണറുകളിലൊക്കെ നോക്കിയാലും വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് മിറർ വരുന്നുണ്ട്. അതുകൂടാതെ ഓപ്പൺ ഷെൽഫുകളും ഡ്രോസും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് ഈ ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിനകത്തുള്ള ടൈലുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾ 3ഉം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഫൈനലി നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്കറിയാം, ഇങ്ങനെ ചെയ്യുന്ന വീടുകൾ ചിലപ്പോൾ യൂട്ടിലിറ്റി സ്പേസ് ഉണ്ടാവാറില്ല. ഇവിടെ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്നു വരുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇതിന് നമുക്ക് യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ടെമ്പററി ആയിട്ടൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഒരു റൂം പോലെ തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ വന്നിട്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡോറും ഉണ്ട്. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് ആണെങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് അത് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് നമ്മൾ കണ്ടത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. പള്ളിക്കര ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ 4 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എല്ലായിടത്തേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാം. ഇൻഫോ പാർക്കുകാർക്കാണെങ്കിൽ വളരെ ഈസിയാണ്. ഇൻഫോ പാർക്കിന്റെ 3ാം ഘട്ടം സ്ഥലമെടുപ്പ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ അടുത്താണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടും സൗകര്യമുള്ള സ്ഥലത്താണ്. നല്ലൊരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിനകത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 3 സെന്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള വില്ലകളിലെല്ലാം എല്ലാ വില്ലകളിലും നമുക്ക് 2 വാഹനങ്ങൾ വെച്ച് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിണറുണ്ട്. അതുകൂടാതെ KWയും കൂടെയാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ഓണർ ചോദിക്കുന്ന പ്രൈസ് 47 ലാക്സ് ആണ്. 47 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. വീടുകൾ സ്വന്തമാക്കാനായിട്ട് ഇന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. 8 വില്ലകളുള്ള പ്രൊജക്ടിനകത്ത് ഓൾറെഡി 6 വില്ലകൾ സോൾഡ് ഔട്ട് ആണ്. പലതിലും ആളുകൾ താമസമായതാണ്. ഈ 2 വില്ലകൾ ഏത് നിമിഷവും സെയിലായി പോകാം. അതുകൊണ്ട് നിങ്ങളുടെ ലക്ക് പരീക്ഷിക്കേണ്ട. എത്രയും പെട്ടെന്ന് ഫോൺ എടുക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.